ആധാറിലെ നമ്മുടെ പേരിലെ ചെറിയ തിരുത്തലിന് പോലും ഇനി ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാക്കിയിരിക്കുകയാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. കുറച്ചു ദിവസം മുൻപ് വരെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓൺലൈനായി ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത്. സർക്കാർ അതിനുവേണ്ടി നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇനി മുതൽ പേരിന്റെ ആദ്യ ഭാഗവും അക്ഷരവും തിരുത്താനും ഗസറ്റ് വിജ്ഞാപനം ബാധകമാണ്. ഇതോടൊപ്പം പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും നമ്മൾ നൽകണം. പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോയുള്ള പുതിയ SSLC ബുക്ക്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ആധികാരിക രേഖയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുൻപുള്ളതുപോലെ പേര് തിരുത്താൻ പരമാവധി 2 അവസരമേ നൽകുവെന്ന നിബന്ധനയിൽ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. അതുപോലെ ആധാർ എടുക്കാനും വിലാസം തിരുത്താനും പൊതുമേഖലാ ബാങ്കിന്റെ പാസ്ബുക്ക് തിരിച്ചറിയൽ രേഖയാക്കുന്നതിനും ഇപ്പോൾ വ്യവസ്ഥയുണ്ട്. അതിന് മേൽവിലാസത്തിന്റെ തെളിവ് ബാങ്ക് രേഖയിൽ ലഭ്യമാണെന്നും ഈ KYC പൂർണ്ണമായും ശാഖാ മാനേജർ സാക്ഷ്യപത്രം നൽകണം. പൊതുമേഖലാ ബാങ്ക് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കിന് പുറമെയാണ് ശാഖാ മാനേജർ സാക്ഷ്യപത്രം നൽകേണ്ടത്. മറ്റൊരു കാര്യം, ജനന തീയതി ഒരു തവണയെ തിരുത്താനാകൂവെന്ന നിബന്ധന തുടരുമ്പോഴും നിയന്ത്രണം ഇപ്പോൾ കടുപ്പിച്ചിട്ടുണ്ട്. 18 വയസ്സ് വരെയുള്ള അവരുടെ ജനന തീയതി തിരുത്താൻ അതത് സംസ്ഥാനത്തെ അംഗീകൃത അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ഇപ്പോൾ പരിഗണിക്കൂ. പാസ്പോർട്ട്, SSLC ബുക്ക് എന്നിവ മുൻപ് പരിഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവ ഒഴിവാക്കിയിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് SSLC ബുക്ക് ജനന തീയതിയുടെ തെളിവായിട്ട് ഉപയോഗിക്കാം. അതിനായിട്ട് കവർ പേജ്, വിലാസമുള്ള പേജ്, ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പുമുള്ള മാർക്ക് ഷീറ്റ് എന്നിവ നൽകണം. SSLC ബുക്കിലെ പേര് ആധാറുമായി കൃത്യമായി പൊരുത്തപ്പെടുകയും വേണം. ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോയി നമുക്ക് ഈ രീതിയിൽ വേണം നമ്മുടെ ആധാർ വിവരങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുവാനുണ്ടെങ്കിൽ ഇനി മുതൽ ചെയ്യേണ്ടത്. ആധാർ കാർഡുമായി സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.